എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ നോക്കുന്നത് 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ്. ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് നമ്മൾ നിഫ്റ്റിയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടിയൊരു ദിവസമായിരുന്നു വെള്ളിയാഴ്ച. ഓൾമോസ്റ്റ് ഒരു 150 പോയിൻറ്റ്സിൻ്റെ എബോവ് ഒക്കെ ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലൊക്കെ ആയിരുന്നു. നമ്മളുടെ കണക്കും പ്രകാരം 250 പോയിൻറ്റ്സ് ഒക്കെ മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിപ്പോൾ എല്ലാവർക്കും അത്രയും റൈഡൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുറച്ച് നാളത്തെ പ്രാക്ടീസിന് ശേഷം അതൊക്കെ പോസിബിളാണ് എന്തൊക്കെയായാലും. അപ്പോൾ അത് പ്രൂവ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നിലവിൽ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ കൂടുതൽ കത്തി വെക്കുന്നില്ല, നേരെ വ്യൂവിലേക്ക് പോവാണ്. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 24,869 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നാളെയും മാർക്കറ്റ് ഒരു ന്യൂട്രൽ ഓപ്പണൊക്കെ ആവുകയാണെങ്കിൽ, നാളെയല്ല തിങ്കളാഴ്ച മാർക്കറ്റ് ന്യൂട്രലൊക്കെ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഒന്നും കൂടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. നേരെ മറിച്ച് മാർക്കറ്റ് 24,982 മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പാണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കാവുന്നൊരു ഏരിയ 25,063 നമുക്കൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അതിനുശേഷം അതിൻ്റെ തൊട്ട് മുകളിൽ 25,091 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. അവിടെ ഒന്ന് കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് മൂവ് അപ്പ് ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് 25,180 മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ നമുക്ക് 24,818 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ 24,746 ഭാഗത്തേക്കാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ. അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ കൺസോൾട്ടേഷൻ സോൺ 24,724. അവിടെ നിന്ന് മാർക്കറ്റ് ചെറിയൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ 24,693. വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മൂവ്മെൻ്റാണ്. അപ്പോൾ 24,952 24,818 ഇടക്ക് വരുന്നത് കൺസോൾട്ടേഷൻ സോണാണ്. അല്ലെങ്കിൽ അവിടെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ഈ റെസിസ്റ്റൻസ് സപ്പോർട്ടിലും ഈ റെസിസ്റ്റൻസിൽ 24,952 റെസിസ്റ്റൻറ്റിലും 24,818 സപ്പോർട്ടിൻ്റെ ഇടക്കായിരിക്കും മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസസ്.
ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് എന്തിന് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 25,020 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ 25,230 ഭാഗത്തേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 25,025 24,885 ഇടക്കാണെന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷൻ സോണാണ്. മാർക്കറ്റ് ഡൗണിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 24,870 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞൊരു ഫേക്ക് ഡൗൺ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള, ഫേക്കല്ല ഡൗൺ ഉണ്ടാവും, പക്ഷെ തൊട്ടടുത്ത് 24,840 എന്നുള്ളൊരു സപ്പോർട്ട് സോൺ നിൽക്കുന്ന കാരണം അവിടെ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്കൊരു സ്മൂത്ത് റൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ 24,840 കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 24,727 വന്നാൽ മാത്രമാണ് ആ ഒരു സൈഡിലേക്കാണ് നമുക്കൊരു ഫ്ലെക്സിബിൾ മൂവ് കിട്ടുന്നത്. അത്രയും സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളാണ് മെജോറിറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ വ്യൂവിലേക്കൊന്നും പോകേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഒരുവിധം ഈ വീഡിയോസൊക്കെ കാണുന്നവർ തുടക്കക്കാരെക്കാളും കൂടുതൽ നമ്മുടെ ഈ ഒരു ചാർട്ട് പഠിച്ച അവരൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ പോയാലും ആവറേജ് ഒരു 80-85 അടുത്തൊക്കെയാണ് വ്യൂ ഒക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ ഒന്നും പറയണം എന്നുള്ളൊരു ഇതുണ്ടെന്ന് തോന്നണില്ല ഇപ്പോൾ. കാരണം പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഈ ചാർട്ടിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. തുടക്കക്കാർക്ക് ഒന്ന് ബുദ്ധിമുട്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്നുള്ള. പിന്നെ ഈ കത്തിവെക്കൽ ഇത്തിരി കുറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് വ്യൂ തന്നെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് 24,700 24,800 നല്ല സ്ട്രൈക്കുകളാണ്. പിയിലേക്കാണെങ്കിൽ 25,000 പി, അതേപോലെ തന്നെ 24,900 പിയും അത്യാവശ്യം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് മെജോറിറ്റി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഏത് രീതിയിൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിലുള്ളൊരു ഡംപ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ആരോ ഒന്നും ഇവിടെ എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്, അല്ലെങ്കിൽ ആരോ അവിടെ കിടക്കേണ്ടതാണ്. ഞാൻ ആരോ വരക്കാഞ്ഞാണോ അത് ഇൻഡെക്സിലാണോ വരച്ചേക്കണമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്ക് ഉള്ള ആ ലെവലിലേക്കൊക്കെ മുട്ടുന്ന നമുക്ക് ഈസി ആയിട്ട് കാണാം. വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ വന്നേക്കുന്നത്. നല്ല മൂവ്മെൻറ്റാണ് വന്നേക്കണം. അതായത് ഏകദേശം 51,547. കാരണം RSI ഓൾറെഡി ക്രോസ് ഓവറാണ്. തിരിച്ച് റെഡിലേക്ക് കയറുന്നത് വരെ, അല്ലെങ്കിൽ റെഡിലേക്ക് കയറുന്ന ആ സമയം വരെ നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്ര പേര് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, ഇത്രയും വരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ആർക്കും ഉണ്ടാവില്ല. എന്നാലും അതൊന്നും നമ്മൾ ഇത്രയും വലിയ മൂവൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഈ മൂവിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയുള്ളൊരു പ്രോഫിറ്റിൽ നമ്മൾ ലോക്ക് ചെയ്തിടുകയാണ് വേണ്ടത്. അതായത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന പോലെ 21 പോയിൻ്റ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. നിഫ്റ്റിയിൽ ഞാൻ പൊതുവേ പറയാറ് 21 പോയിൻറ്റിൽ ലോക്ക് ചെയ്തിട്ടിട്ട് വൈകിട്ട് വരെ അഴിച്ചു വിട്ടേക്കുക. മാസത്തിൽ ഒരു 4-5 തവണ എന്തായാലും 100 പോയിൻറ്റിൻ്റെ മേളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ 1.5 വർഷം 2 വർഷമായിട്ട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ 400 പോയിൻറ്റ് ഈസി ആയിട്ട് ഒരു മാസം നമുക്ക് കിട്ടും. അത് ഒരുപാട് തവണ എനിക്ക് തോന്നുന്നത് ഒരേ മാസങ്ങളിൽ ഞാനത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് വ്യൂ ആയിട്ട്. അപ്പോൾ എനിവേ അതവിടെ നിൽക്കട്ടെ. മാർക്കറ്റ് നിൽക്കുന്നത് 50,767 എന്നുള്ള ഒരു പക്ക റെസിസ്റ്റൻസ് ഏരിയയിൽ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ
മാർക്കറ്റ് അടുത്ത ദിവസം അതായത് തിങ്കളാഴ്ച 50,550 ബ്രേക്ക് ചെയ്ത് വന്നാൽ മാത്രമേ, അതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു 60-70% എങ്കിലും ക്യാൻഡിൽ ഇതിൻ്റെ താഴത്ത് നിൽക്കണം. അല്ലാത്ത പക്ഷം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവപ്പ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാൻ പോകുന്നത് 51,112 അവിടെ നിന്നും മാർക്കറ്റിൽ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 51,300 മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതും കൂടെ നോക്കാം, ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇൻഡെക്സിലാണ് ഞാൻ ഓൾറെഡി ലൈനൊക്കെ വരച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ആരോ നമ്മൾ ഇത്രയോ പ്രതീക്ഷിച്ചുള്ളൂ, പിന്നെ അതിന് താഴത്തേക്കുള്ള ആരോ ഞാൻ ഇട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോന്നിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഏതിലാ ഫ്യൂച്ചറിൽ പറഞ്ഞ പോലെ സെയിം 50,399, 50,332 ഈ രണ്ട് ഏരിയ വളരെ സ്ട്രോങ് ആണ്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 50,019 മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ആരോ നമുക്ക് നേരെ തലതിരിച്ചിടാം. 50,622 മുകളിലോട്ട് നിൽക്കുന്ന ലെവലിൽ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് പോയാൽ 50,924 കൺസോൾട്ടേഷൻ സോണിലേക്കും അവിടെ നിന്ന് മാർക്കറ്റ് 51,114 ആയിരിക്കും മൂവ് ചെയ്യണം. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇപ്പോൾ ഈ 50,723 എന്നുള്ള ഭാഗത്തൊരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അപ്പോൾ ഈ RSI മുകളിലോട്ട് കംപ്ലീറ്റ് ആവുന്നവരെയും ഈ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ച് താഴത്തോട്ട് തന്നെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു ക്ലിയർ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്ന ക്യാൻഡിലിൽ ഞാൻ എൻട്രി എടുക്കുന്നതാണ്. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്. ഇവിടെ എൻട്രി എടുക്കും. RSI ഇവിടെ ഒരു റീകർവ് തന്നിട്ടുണ്ട്. അതേപോലെ 30 മിനിറ്റിലും ഒരു ക്രോസ് ഓവർ തന്നിട്ടുണ്ട്. ക്രോസ് ഓവർ പിൻബാറാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ പിൻബാർ വളരെ പോസിറ്റീവായിട്ടുള്ള, എന്നെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള റിവേഴ്സ് സൈനാണ്. പിന്നെ തിങ്കളാഴ്ച മാർക്കറ്റ് ഇതിന് താഴെ ഓപ്പൺ ആവുമെന്നുള്ളത് നമുക്ക് അപ്പോൾ ഓർക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചും അല്ലെങ്കിൽ എൻ്റെ ടീമിനെ സംബന്ധിച്ചും ഓവർനൈറ്റ് ഹോൾഡ് ഒരു കാരണവശാലും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്നെ സംബന്ധിച്ച് പക്ക ഒരു പിൻബാർ. നെക്സ്റ്റ് ക്യാൻഡിൽ ഇപ്പോൾ ഞാൻ കണ്ണും പൂട്ടി എന്തായാലും എൻട്രി എടുക്കും. RSI ഇവിടെ ഒരു ക്രോസ് ഓവർ കിട്ടിയ സ്ഥിതിക്ക് പിൻബാറിൽ ഞാൻ എടുക്കുന്നതാണ്. അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇടും. പോയാലും ഒന്നും പോകാനൊന്നുമില്ല. താഴത്തോട്ട് പോയാൽ അടുത്ത സപ്പോർട്ടിലേക്ക് നമ്മൾ ആ ലോസ് റിക്കവർ ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ കയറിയിരുന്നെങ്കിൽ അടുത്ത ക്യാൻഡിലിൻ്റെ ഓപ്പണിനോടനുബന്ധിച്ച് കയറിയാലും 50,572 മുതൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് 50,629. 572 പോലും 10-35 പോയിൻ്റ് എങ്കിലും 30 മിനിറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ട്രേഡ്സ് മാക്സിമം ഞാൻ നിഫ്റ്റിയിൽ, ബാങ്ക് നിഫ്റ്റിയിൽ ഈ വരുന്ന സിംറ്റംസ് വെച്ചുകൊണ്ട് തന്നെയാണല്ലോ ക്യാൻഡിൽസ്. ഇപ്പോൾ നിഫ്റ്റി എന്നോ ബാങ്ക് നിഫ്റ്റി എന്നോ ഫോറക്സ് എന്നോ ക്രിപ്റ്റോ എന്നോ അങ്ങനെയൊന്നുമില്ല. ക്യാൻഡിലിൻ്റെ സ്വഭാവം എപ്പോഴും ഒരേ രീതിയായിരിക്കും. എമൗണ്ടുകൾ മാത്രമേ മാറുന്നുള്ളൂ, അല്ലെങ്കിൽ അത് വരുന്ന സമയങ്ങളിൽ മാത്രമേ മാറ്റുള്ളൂ. ബാക്കി ക്യാൻഡിൽസ് എല്ലാം ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്ന ഏത് മേഖലയിലും സെയിം ആണ്. പിന്നെ അതിൻ്റെ ക്യാരക്ടർ പഠിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അൾട്ടിമേറ്റ് ഒരു ട്രേഡറുടെ സക്സസ് എന്ന് പറയുന്നത് കാർഡ് കയറി പഠിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ കത്തി വെക്കുന്നതല്ല, നിങ്ങൾ കാർഡ് കയറി പഠിച്ച് ഒരുപാട് നോളജ്, എൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ പറയണം. മറ്റുള്ളവർ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അത് ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസ് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അപ്പോൾ ഒരുപാട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങും ഒത്തുമില്ല. നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ആൾ കൂടിക്കഴിഞ്ഞാൽ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. നിങ്ങൾ ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നൊക്കുമ്പോൾ മറ്റതൊക്കില്ല, അടുത്തതൊക്കുമ്പോൾ അടുത്തതൊക്കില്ല. അപ്പം നിങ്ങൾക്ക് എൻട്രിയും കിട്ടില്ല, എക്സിറ്റും കിട്ടത്തില്ല. നിങ്ങൾ വളരെ കുറച്ച് പഠിച്ചോ, ആ പഠിച്ച കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ട്രേഡറായിട്ട് മാറും. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനും. ഞാൻ എന്നെ വിളിക്കുന്ന എല്ലാവരോടും, ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവരോടും ഞാൻ പറയുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ, ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനും പ്രൈസ് ആക്ഷനും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ട്രേഡറായിട്ട് മാറാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഈ ഒരു ഒറ്റ ചാർട്ട്, ഈ ഒരു സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു ഫണ്ടമെൻ്റൽ അനലൈസോ
അല്ലെങ്കിൽ IV വോൾട്ട് അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഞാൻ എസ്പെഷ്യലി ഞാൻ നോക്കാറുമില്ല. എൻ്റെ ഈ ചാർട്ട് പഠിക്കാൻ വരുന്നവരോട് ഞാൻ പഠിക്കാനും പറയാറില്ല. എന്നിട്ടും എൻ്റെ ഈ ചാർട്ട് പഠിച്ചവർ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അത് പ്രൂവ് ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട്, എല്ലാ ദിവസവും സ്ക്രീൻഷോട്ടൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരിക്കലും മറ്റുള്ള പഠിപ്പിക്കുന്ന ആൾക്കാരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അത് പോയി പഠിക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എങ്ങനെ വന്നു എന്നുള്ള വഴി മറ്റുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അത് ഞാൻ ഇതിൽ ഒരുപാട് പേര് പേഴ്സണൽ പിടിച്ച് ചോദിക്കുന്നത് ഞാൻ പറയുന്നത് ഇവിടെ പബ്ലിക്കായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എൻ്റെ മെത്തേഡ്, ഞാൻ ഈ വക ടെക്നിക്കൽ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് വീഡിയോ കണ്ടിരിക്കുന്നത് പ്രൈസ് ആക്ഷനും ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനുമാണ്. വേറെ ഒന്നിൻ്റെ പുറകെ ഞാൻ പോയിട്ടുമില്ല. അപ്പോൾ എനിവേ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രൈക്ക് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാനുണ്ട്. അതിൽ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്ക് ഏതാണ് ബെറ്റർ? ഇപ്പോൾ ഉള്ളതിൽ നല്ലത് 50-500 ബെറ്ററായിട്ട് നിൽക്കുന്നത് കേട്ടോ. അതേപോലെ പിയിൽ 50-800 ബെറ്ററായിട്ട് നിൽക്കുന്നത്. ഇത് രണ്ടും കോൺസെൻട്രേഷൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ്, വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ കുറച്ച് നേരം നിങ്ങൾക്ക് നോക്കി കാണാം, ഒന്ന് ഡിലേ ആയിട്ടുണ്ട്. ഞാനൊരു വീഡിയോ പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് വെച്ചൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ പേരെന്താണ്, സ്ഥലം എന്താണ്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഇടുന്ന വ്യൂ നോക്കി ബാങ്ക് നിഫ്റ്റിയിൽ കോൾ എടുത്തിട്ട് ഒരു 4000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി എന്നുള്ളൊരു സന്തോഷമുള്ള കാര്യം അറിയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 3 ആഴ്ചയായിട്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് വ്യൂ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ എപ്പോഴും എടുത്തു പറയുന്നൊരു കേസാണ്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളെ അറ്റാച്ച് ചെയ്യുന്നതായിട്ടുണ്ടാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ, സ്ഥിരമായിട്ട് കണ്ടു കഴിഞ്ഞാലൊരു ഗുണം, 3 ആഴ്ച അദ്ദേഹം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ വ്യൂ കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു 4000 റുപ്പീസ് ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയ ലോട്ട് സൈസിൽ അത്രയും പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നല്ലത്. എനിക്കത് കേട്ടപ്പോൾ നല്ല രീതിയിൽ സന്തോഷമായി. കാരണം നമ്മൾ പറയുന്ന വ്യൂ കൊണ്ട് ഒരാൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് പേരെ അങ്ങനെ വിളിക്കാറുണ്ട്. ഇപ്പോൾ ഇത്തിരി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ, എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട്. പിന്നെ യൂട്യൂബിൽ നല്ല രീതിയിൽ കമൻസ് നേരത്തെയൊക്കെ വരാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ കമൻസ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന് റീസൺ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ അവസാന സമയം ഒന്നും കൂടെ ഞാൻ പറയാം. ഒരു കമൻറ്റ് കണ്ടതുകൊണ്ടോ ഒരാൾ പോസിറ്റീവ് പറഞ്ഞുകൊണ്ടോ ഒരിക്കലും ട്രേഡിങ്ങിൽ ഒരാൾക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കില്ല. ഡിപ്പെൻസ് അപ്പോൺ യുവർ മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വ്യൂവിൽ, അതായത് നിഫ്റ്റിയുടെ ലൈവിൽ 10 പോയിൻ്റ് എടുത്ത് മാറിയവരുണ്ട്, 21 പോയിൻ്റ് എടുത്ത് മാറിയവരുണ്ട്, ഒരു ടാർഗറ്റ് എത്താതെ അവിടെ നിന്ന് 20 പോയിൻ്റ് താഴത്ത് മാറിയതുണ്ട്, 96 പോയിൻ്റ് വരെ സ്ട്രഗിൾ ചെയ്ത് വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് 96 പോയിൻ്റ് പ്രോഫിറ്റ് എടുത്തൊരു വ്യക്തി എൻ്റെ കയ്യിലുണ്ടായത്. ആ സാധനം ഞാൻ ആ ലൈവിൽ പറയുന്നുണ്ട്, 21 പോയിൻ്റ് നിങ്ങൾ ലോക്ക് ചെയ്തിട്ടിടൂ. അപ്പോൾ 100 പോയിൻ്റ് പോയിട്ട് തിരിച്ച് 21 പോയിൻ്റിൽ വന്ന് മുട്ടുമ്പോൾ അവിടെ 80 പോയിൻ്റ് പോയി എന്നുള്ളൊരു പശ്ചാത്താപം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ട്രേഡർ ആവാനായിട്ട് പറ്റില്ല. ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നത്, മാസത്തിൽ 4 ട്രേഡ് 100 പോയിൻറ്റും 1-2 150 പോയിൻറ്റും 250 പോയിൻറ്റ് കിട്ടുന്ന മൂവ്മെൻറ്റ് മാസത്തിൽ ഒരു തവണ കൺഫേം ആയിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൽ നമ്മൾ 3 തരത്തിലുള്ള ട്രേഡിംഗ് ആണുള്ളത്. ഒന്ന് ഹൈ പോകും, ഒരു പകുതിക്ക് ലോ വരും, പിന്നെ ഒരു ഹൈ പോയി നിൽക്കും, ഒരെണ്ണം നേരെ പോയി നിൽക്കും, ഒരെണ്ണം പോയിട്ട് മേടിച്ച് അടുത്തടുത്ത് തന്നെ നിൽക്കും, ഒരെണ്ണം പോയിട്ട് മേടിച്ചതിനേക്കാളും താഴത്ത് വന്നിട്ട് നിൽക്കും. ഇതൊക്കെ കൂടെ കമ്പയർ ചെയ്താലും മെജോറിറ്റി നമുക്കൊരു 400 പോയിൻ്റ് 500 പോയിൻ്റ് എല്ലാ എൻട്രി 21 പോയിൻറ്റിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അതിനെന്ത് വേണം? എൻട്രി എക്സിറ്റ് എവിടെയാണെന്ന് അറിയാനായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് 500 പോയിൻ്റ് കണ്ണും പൂട്ടി മാസം കിട്ടും.
ഞാനത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കൂടുതലപ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്നെ വിളിച്ച വ്യക്തിയോടും ഞാൻ വീഡിയോയിലൂടെ എൻ്റെ നന്ദി അറിയിക്കുന്നു. മറ്റുള്ളവർക്കും അതേപോലെ പ്രോഫിറ്റബിൾ ആവണുണ്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ വേറൊന്നും ഇപ്പോൾ പറഞ്ഞ പോലെ പഠിക്കാൻ വരണം എന്നൊരു യാതൊരുവിധ നിർബന്ധവുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, എൻ്റെ വീഡിയോ കാണുന്നവർ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഠിക്കേണ്ടവർക്ക് പഠിക്കാൻ വരാം, ലൈവിലേക്കുള്ളവർക്ക് വരാം. അതവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നും ഇനിയും അങ്ങോട്ട് ഒരുപാട് നാൾ ഇതിലും നന്നായിട്ട് വ്യൂ പറയാനും അതേപോലെ ഈ വ്യൂ കണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാനും നിങ്ങൾക്കും സാധിക്കട്ടെ, എനിക്കും വ്യൂ പറയാൻ സാധിക്കട്ടെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുക്കാനും സാധിക്കട്ടെ എന്ന് നിങ്ങൾ സർവേശ്വരനോട് പ്രാർത്ഥിക്കുക. അതിന് നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്ന പോലെ വിഘ്നേശ്വര ഭഗവാനാണ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് തുടങ്ങണത്. അപ്പോൾ ഇന്ന് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഈ അവസാന സമയത്ത് ഇങ്ങനെ ഒരു കോള് വരാനും അത് കേൾക്കാനും ഒക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കട്ടെ. കുറച്ച് മലയാളി ട്രേഡേഴ്സിനെ രക്ഷപ്പെടുത്താനായിട്ട് എനിക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ചാർട്ട് കൊണ്ട് സാധിക്കും. അത് എനിക്ക് ഉറപ്പുള്ള കേസാണ്. കാരണം എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയൊന്നും അറിയാത്ത കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിലൊന്നും പോകുന്നില്ല. എങ്കിലും ഞാൻ 1-2 നോർത്ത് ഇന്ത്യൻസിലാണ് എനിക്കറിയാവുന്ന ഹിന്ദി ഇംഗ്ലീഷും കൂടെയൊക്കെ മംഗ്ലീഷൊക്കെ ചേർത്ത് ഞാൻ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അവർ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് പോകുന്നുണ്ട്. 1 വീക്ക് ലൈവിൽ ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് പ്രോഫിറ്റബിൾ ആവുന്ന പൂനെ എന്നുള്ള 1-2 പേരുണ്ട്, ഹൈദരാബാദിൽ നിന്നുള്ള 1-2 പേരൊക്കെ ഉണ്ട്. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഒന്ന് ഉൾപ്പെടുത്തുക. എല്ലാവർക്കും വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ടിനുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ വ്യൂ പറയാനായിട്ട് എന്നും എനിക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, നിങ്ങളുടെ പ്രാർത്ഥനയും നന്നായിട്ട് വരട്ടെ എന്നുള്ള ആശംസയോടുകൂടി നമുക്കെന്ത് ചെയ്യാം, വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്.